ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രഭാതം കൂടെ കാണുവാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചു. ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആ വേദഭാഗം വെളിപാട് പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യമാണ്. ഞാനത് വായിക്കുന്നു. അതിനുശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റ് പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ 4 കാറ്റുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ആർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് 6-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ചോദിക്കുന്നുണ്ട്. അതിനോട് ചേർന്നാണ് ഈ ഒരു വാക്യം പറയുന്നത്. അതായത് അതിനുശേഷം വരുവാനിരിക്കുന്ന ഒരു വലിയ വിപത്ത് അല്ലെങ്കിൽ ഒരു പ്രയാസത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ആണ് പറയുന്നത്. അതിനുശേഷം ഭൂമിയിലെയും കടലിന്മേലും യാതൊരു വൃക്ഷത്തെയും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റ് പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ അവിടെ ദൈവികമായ ചില കാര്യങ്ങൾ, അതായത് ഈ 6-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ആർക്ക് നിൽക്കുവാൻ കഴിയുമെന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ്, അതായത് ഒരു 7-ാമത്തെ അധ്യായം അതിന് ഒരു ഉത്തരം നൽകുന്നതായിട്ടാണ് നാം അതിൽ ധ്വനിക്കുന്നത് മറ്റൊന്നുമല്ല, ചിലർക്ക് സാധിക്കും എന്നാണ് അതിൻ്റെ ഉത്തരം. അതായത് പ്രത്യേകിച്ച് പറയുമ്പോൾ 4 ദൂതന്മാരെ ദൈവം ഈ വരാൻ പോകുന്നതായ വിപത്തുകളിൽ നിന്നും ദൈവമക്കളെ കാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് ഇവിടെ പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, കാറ്റ് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? കാറ്റ് പലപ്പോഴും കലഹത്തെ അല്ലെങ്കിൽ സ്ട്രൈഫ് എന്ന് ഇംഗ്ലീഷിൽ പറയും, അതിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പിന്നെ യുദ്ധം, നമുക്കറിയാമല്ലോ, യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ യുദ്ധത്തെക്കുറിച്ച് വേണേൽ അത് പ്രദാനം ചെയ്യാം. പിന്നെ ചില ആഭ്യന്തരമായിട്ടുള്ള അശാന്തി അല്ലെങ്കിൽ സമാധാനമില്ലായ്മയെക്കുറിച്ചും സൂചിപ്പിക്കാം. അപ്പോൾ ഇതൊക്കെയും സൂചിപ്പിക്കുന്നെങ്കിലും ഈ പ്രത്യേകിച്ച് എഫേസ്യ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഉപദേശത്തിൻ്റെ കാറ്റുകളല്ല. അതായത് നമുക്കറിയാമല്ലോ, ഈ ഭൂമിയിൽ പലതരത്തിലുള്ള ഉപദേശങ്ങളുണ്ട്. ഇപ്പോൾ ഓരോ വിശ്വാസത്തെക്കുറിച്ചും പഠിക്കുമ്പോൾ അവർക്ക് ദേവദോഷത്തിൽ നിന്നൊരു വാക്യത്തെ ആധാരമാക്കി അവരുടെ ഉപദേശം എടുക്കുന്നു. അപ്പം ഇങ്ങനെ ഉപദേശത്തിൻ്റെ കാറ്റിനാൽ ഉണ്ട്. പിന്നെ നമുക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കും, അവൻ നമ്മോട് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വരുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയും അവതരിപ്പിക്കും. അപ്പം ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും ഈ കാറ്റ് സൂചിപ്പിക്കാം. ഇനി അടുത്തതായിട്ട് ദുഷ്ടസേനയുടെ പ്രവർത്തനങ്ങൾ. നമുക്കറിയാം, പിശാച് വളരെ ശക്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ കാലത്തിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് തനിക്കിനി അല്പകാലമേ ഉള്ളൂ എന്നുള്ള ചിന്തയോടുകൂടി വളരെ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുമ്പോൾ ആകമാനമായി നമുക്ക് കാണുന്നതൊക്കെ സാധിക്കുന്നത് ഈ കാറ്റ് ദൈവമക്കൾക്ക് അല്ലെങ്കിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണമാണ് ദൈവം സൃഷ്ടിക്കുന്നത്. അതായത് പാപ അന്ധകാരത്തിൽ കഴിയുന്നതായ നമ്മെ വിടുവിപ്പാൻ തക്കവണ്ണമാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. അപ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവതാരത്താൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അത് നടപടിയായിട്ട് നിറവേറണമെന്ന് കണിശമായിട്ടും അതിനെതിരായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരം ഓരോ കാര്യങ്ങളെയും സമയാസമയങ്ങളിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ 4 കാറ്റിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, പലതരത്തിലുള്ള ചിന്തകൾ നമുക്ക് വരുമെങ്കിലും ദൈവത്തിൻ്റെ ജനത്തെ സൂക്ഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു ചിന്താഗതി നമ്മുടെ ഓരോരുത്തരും മനസ്സുണ്ടാകണം. ഈ പ്രത്യേകിച്ച് ഈ ദിവസം തുടങ്ങുമ്പോൾ കണിശമായിട്ടും ദൈവജനത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. അപ്പം അവരുടെ നിലനിൽപ്പിന് വേണ്ടി ദൈവം ചെയ്യുന്നു തൻ്റെ ദൂതന്മാരെ അയക്കുകയാണ്. അപ്പം ഇവിടെ 4 കാറ്റിനെ ഊതാതിരിക്കാൻ തക്കവണ്ണം അത് പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ദൂതന്മാരെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ 4 കാറ്റിനെ പിടിച്ചു കൊണ്ടുവന്ന സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ അനുഭവം എന്താണ്? നമുക്ക് ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ ഭംഗം വരുന്നതിന് വേണ്ടി പിശാച് പലതരത്തിൽ പ്രവർത്തിക്കുകയാണ്. അത് ചിലപ്പോൾ പ്രവർത്തിക്കുന്ന രീതി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ. എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ വിശ്വാസത്തിൽ വന്നതായ സമയത്ത് എൻ്റെ മാതാവും പിതാവും അല്ലെങ്കിൽ പ്രത്യേകിച്ച് പിതാവ് എനിക്ക് എതിരായിട്ട് നിൽക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നതായ സാഹചര്യത്തിൽ അതിനെ അതിജീവിക്കാൻ തക്കവണ്ണം എന്ത് ചെയ്യുന്നു? ദൈവം പ്രവർത്തിക്കുന്നു. ദൈവം പ്രവർത്തിച്ചത് മറ്റു ചിലരിലൂടെയാണ്. എന്നിരുന്നാലും ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാനന്ന് വിഷമിച്ചിരുന്ന സമയത്ത് പാസ്റ്റർമാർക്ക് വന്ന് എനിക്ക് വളരെ ഉപദേശം തന്നു. അതുകൊണ്ട് അറിഞ്ഞ വിശ്വാസത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു.
അപ്പോൾ അങ്ങനെ നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവം പലതരത്തിലുള്ള ശക്തികൾ ഉപയോഗിക്കുന്നു. ചിലപ്പോൾ മനുഷ്യരായിരിക്കും, ചിലപ്പോൾ മാലാഖമാരായിരിക്കും, ഏതാണെന്ന് അറിയത്തില്ല. പക്ഷേ ഓരോ വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ ദൈവത്തോട് നാം അടുത്ത് നിൽക്കുകയാണെങ്കിൽ അതിൻ്റേതായ പ്രതിഫലം ഉണ്ടാകും, അതിന് യാതൊരു സംശയമില്ല. ഇതാണ്, അതായത് ഞാൻ 6-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യം നിന്ന് അവരുടെ മഹാകോപ ദിവസവും വന്നു ആർക്ക് നിലനിൽപ്പാൻ കഴിയും. അപ്പം ആർക്ക് നിൽക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ പോലും ദൈവത്തിന് ജനവേണ്ടി ഒരു ജനമുണ്ട്. അതാണല്ലോ ശേഷിപ്പ് സഭയെന്ന് നാം പാടാറുണ്ട്. ശേഷിപ്പ് സഭയിൽ വിശ്വാസികളെ, അപ്പോൾ വിശ്വാസിൽ ഉള്ളതായ ഒരു ശേഷിപ്പ് കാലത്തിൻ്റെ അന്ത്യത്തിലുണ്ട്. അവരായിരിക്കും കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം കർത്താവ് വരുമ്പോൾ അവരോടൊപ്പം പോകുന്നത്. ഇനി നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഓരോ ഗോത്രത്തിൽ നിന്നും ഉള്ള അംഗസംഖ്യ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ലിറ്ററലായിട്ട് എടുക്കാൻ കൊണ്ട് സാധിക്കില്ല. എന്നിരുന്നാലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുക, ഒരു ഉപദേശം നൽകുകയാണ്. അതായത് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ജനം എപ്പോഴുമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏലിയ പ്രവാചകൻ വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിച്ചു. കർമ്മേൽ മലയിൽ വെച്ച് അതേ ദൈവത്തിന് വേണ്ടി നിന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ താൻ അത് കഴിഞ്ഞ ശേഷം രാജ്ഞിയായ ഇസബെല്ല പറഞ്ഞു, നിൻ്റെ തല ഞാൻ വെട്ടിക്കളയും, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞു. അത് കേട്ട് പേടിച്ച് ആ പ്രവാചകൻ ഓടിപ്പോയ സമയത്ത് പറയുകയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ദൈവം ചോദിക്കുമ്പോൾ പറയുകയാണ്. അപ്പോൾ അതിനുള്ള മറുപടി ദൈവം കൊടുത്തത് എന്താണ്? നീ ഏകദേശം 7000 പേര് ഇസ്രായേൽ ശേഷിപ്പുണ്ട്, അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഒരു ശേഷിപ്പുണ്ട്, അവരുടെ കൂട്ടത്തിൽ കാണപ്പെടുവാൻ തക്കവണ്ണമാണ് നാം എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നുണ്ട്. ആയതുകൊണ്ട് പ്രിയ ദൈവജനമേ, ഈ പ്രഭാതത്തിൽ നാം തുടങ്ങുമ്പോൾ കണിശമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രവർത്തിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികം വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുസന്നിധിയിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളതിനെ താഴ്ത്തി സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാരെ ഉപയോഗിച്ച് ദൈവം കാറ്റുകളെ പിടിച്ചു നിർത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ തൻ്റെ വിശുദ്ധന്മാർക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ആയതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ വിശുദ്ധന്മാരായി തീരുവാൻ തക്കണം അവിടുന്ന് ഇടയാക്കണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയിൽ ഈ ദിവസം മുഴുവനും ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ തക്കണം ഞങ്ങളെ ഒരുക്കണമേ, വഴി നടത്തണമേ. ഞങ്ങളുടെ അടുങ്ങളുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, ചർച്ചക്കാർക്കൊക്കെ കൂടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ജന്മദിനമുള്ളവർക്കൂടെ പ്രാർത്ഥിക്കുന്നു. അവരൊക്കെയും ദൈവം സൂക്ഷിക്കണമേ, വഴി നടത്തണമേ. അങ്ങയുടെ വരവനായി ഞങ്ങൾ ഒരുക്കണമേ. എല്ലാം യേശുവിൽ കൂടെ താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.